പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, പ്രവാസികൾ എപ്പോഴും വലിയ സ്വപ്നങ്ങളുടെ പിന്നാലെയാണ്. നാട്ടിലൊരു വീട്, മകളുടെ വിദ്യാഭ്യാസം. പക്ഷേ ആ വലിയ സ്വപ്നം നേടുന്ന ദിവസം വരെ സന്തോഷിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? നമ്മളിൽ പലരും സന്തോഷത്തെ എപ്പോഴും നമ്മുടെ ഭാവിയുടെ ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. നാളെ ആ പ്രൊജക്റ്റ് ഒന്ന് തീരട്ടെ, എന്നിട്ട് സന്തോഷിക്കാം, കടങ്ങളൊക്കെ ഒന്ന് വിടട്ടെ, എന്നിട്ട് സമാധാനിക്കാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ സന്തോഷത്തെ നീട്ടിവെക്കും. ഈ വലിയ ലക്ഷ്യങ്ങൾക്കിടയിൽ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ നേട്ടങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു. ഇത് നമ്മുടെ പ്രവാസ ജീവിതത്തിന്റെ ഇരുണ്ടതും വിരസതമായിട്ടുള്ള ഒരു കാത്തിരിപ്പാക്കി മാറ്റുന്നു. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് മടുപ്പും നിരാശയും തോന്നാൻ ഇത് കാരണമാകും. ഇവിടെയാണ് ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നതിന്റെ പ്രാധാന്യം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ പാർട്ടിയൊന്നും വേണ്ട, വളരെ ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്തുകൊണ്ട് ഇത് പ്രാധാന്യമാണെന്ന് ചോദിച്ചാൽ, ഒരു തവണ നിങ്ങൾ ഈ ചെറിയ വിജയം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പോമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് നിങ്ങളുടെ സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത് നിങ്ങളെ അടുത്ത ടാസ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊരു പോസിറ്റീവ് സൈക്കിളാണ്. എങ്ങനെ ഇത് ആഘോഷിക്കാം? ഒരു ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക. ഒരു ടാസ്ക് ഭംഗിയായി പൂർത്തിയാക്കിയാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചായ വാങ്ങി നൽകുക. നിങ്ങളുടെ ഓരോ ചെറിയ നേട്ടവും നിങ്ങളുടെ നാട്ടിലൊരു സുഹൃത്തിനെയോ അല്ല നിങ്ങളുടെ പങ്കാളിയോ വിളിച്ച് പറയുക. ഈ ചെറിയ അംഗീകാരങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസങ്ങൾ പടിപടിയായി വർദ്ധിപ്പിക്കുകയും വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ കൂടുതൽ ആസ്വാദകരമാക്കുകയും ചെയ്യും. അതുകൊണ്ട് സന്തോഷിക്കാൻ വലിയ വലിയ കാരണങ്ങൾക്കായി കാത്തിരിക്കണ്ട. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ചെറിയ പരിശ്രമങ്ങളെയും നേട്ടങ്ങളെയും അംഗീകരിക്കുകയും അവയെ ആഘോഷിക്കുകയും ചെയ്യുക. ജീവിതം ഒരു ലക്ഷ്യം മാത്രമല്ല, ഒരു യാത്ര കൂടിയാണ്. ഇന്ന് നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്ന നിങ്ങളുടെ ഈ ചെറിയൊരു വിജയം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. പക്ഷേ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയൊരു ഭയമുണ്ട്. പരാജയപ്പെടുമോ എന്നുള്ള ഭയം. നാളെ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യാത്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.